യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവുമില്ലാത്തതും ആകുന്നു. രണ്ട് വിധത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് ഈ ഭാഗം വിവരിക്കുന്നത് നമ്മെ ചിന്തിപ്പിക്കുന്നു. ഒന്ന് ഉയരത്തിൽ നിന്നുള്ളതാണ്, മറ്റേത് ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ എന്ന് 3:15 എഴുതിയിരിക്കുന്നു. രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ നിറഞ്ഞവരുടെ സ്വഭാവം ശുദ്ധമായിരിക്കും. സമാധാനം, സൗമ്യത തുടങ്ങിയ ദൈവിക സ്വഭാവങ്ങളായിരിക്കും അവരിൽ തുടർച്ചയായി ഉണ്ടാവുക. ഈ ജ്ഞാനം ഇല്ലാത്ത ഒരുവൻ, അതുപോലെ ഈ ജ്ഞാനം കുറവുള്ള ഒരുവൻ അതുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം എന്തു ചെയ്യണമെന്ന് 1:5 എഴുതിയിരിക്കുന്നു. അവൻ ദൈവത്തോട് അതിനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നവരെ ദൈവം ശാസിക്കുന്നില്ല, സൗജന്യമായി അത് നൽകുകയാണ് ചെയ്യുന്നത് എന്ന് അവിടെ കാണാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ അല്പം പോലും സംശയിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തോട് ചോദിക്കണമെന്ന് 1:6 എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ തരത്തിലുള്ള ജ്ഞാനത്തിന്റെ സ്വഭാവം 3:14-16 വാക്യങ്ങളിൽ കാണാം. അതിന്റെ ഫലം ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ അഥവാ അസൂയ നിറഞ്ഞതും ശാഠ്യം കാണിക്കുന്നതും സത്യത്തിന് വിരോധമായി പ്രശംസിക്കുന്നതും കള്ളം പറയുന്നതും കലക്കമുണ്ടാക്കുന്നതും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതുമാണ്. ഇത് നമ്മിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. ഉയരത്തിലെ പിതാവാം ദൈവത്തിന്റെ ജ്ഞാനത്തിനായി പ്രാർത്ഥിച്ച് അത് പ്രാപിച്ച് ദൈവിക സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമ്മുടെ ജീവിതം പ്രശോഭിക്കട്ടെ. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.